സൈക്കോപാത്തുകളൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് വരട്ടെ. ഇനി എന്നെ മൊത്തം കളിയാക്കുമായിരിക്കും. എന്നാലും സാരമില്ല, ജീവനല്ലേ വലുത്. എന്തായാലും 1 മാസത്തേക്കുള്ള നടത്തം ഇന്ന് ഞങ്ങൾ ഈ ട്രിപ്പിലൂടെ നടന്നു കഴിഞ്ഞു. അല്ല, ആക്ച്വലി ഈ പറയുന്ന വെള്ളച്ചാട്ടം കുറേ ദൂരമുണ്ട് കേട്ടോ. വളരെയധികം സന്തോഷം തരുന്നതാണ് നമ്മുടെ കൂട്ടുകാരുമൊത്തുള്ള യാത്ര. അങ്ങനെ ഞാനും ഒരു ദിവസത്തെ യാത്രയ്ക്ക് തയ്യാറെടുത്തു, കൂട്ടുകാരുമൊത്ത് പുറപ്പെട്ടു. ഞങ്ങൾ 25 പേര് ഒരു വണ്ടിയിൽ അങ്ങനെ ഞങ്ങളൊരു പിക്നിക് സ്പോട്ടിലേക്ക് പോവുകയാണ്. ഒന്നല്ല, 4-5 സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? ആദ്യം ഞങ്ങൾ പോകാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ഒരു ജെയിൻ ടെമ്പിളിലേക്കാണ്. ഒരു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു മോൺമെൻ്റാണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ 5:30 ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് യാത്ര തിരിച്ചു. 5:30 കൃത്യമായി എല്ലാവരും എത്തി. വഴിയിൽ കുറച്ച് പേരുണ്ടായിരുന്നു, അവരെല്ലാം കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ്. തമിഴ്നാട് ബോർഡർ കയറി കഴിഞ്ഞപ്പോൾ 7 മണി കഴിഞ്ഞു. എല്ലാവർക്കും വിശപ്പായി കഴിഞ്ഞു. പക്ഷേ സത്യത്തിൽ ഒരു ഹോട്ടലും അന്ന് തുറന്നിട്ടില്ലായിരുന്നു. എന്നിട്ട് പോയ വഴിക്ക് ഒരു ഹോട്ടൽ ഓപ്പണായി കണ്ടു. അവരെ കൊണ്ട് ഇഡലിയും ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടാക്കിപ്പിച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി. എല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും. സത്യം പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഫുൾ സ്ട്രെസ്ഫുള്ളാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും ഒരു യാത്ര പോകുന്നത് നമ്മൾക്കെല്ലാം റിലാക്സേഷൻ കിട്ടുന്നതാണ്. നിങ്ങളും അങ്ങനെ യാത്ര പോകണം. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾക്ക് യാത്ര പോകാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ കൂട്ടുകാരുമൊത്ത് ഒരു യാത്രയാകും. അങ്ങനെ ഞങ്ങൾ ഈ വാനിലിരുന്ന് സന്തോഷത്തോടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. വളരെ സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. ഒരു 8:30 മണിയായപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പിക്നിക് സ്പോട്ടായ ജെയിൻ ടെമ്പിളിൻ്റെ കവാടത്തിലെത്തി. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ജെയിൻ ടെമ്പിളിനെ കുറിച്ചും അവിടെ വിസിറ്റ് ചെയ്യേണ്ട സമയത്തെക്കുറിച്ചും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം അകത്തേക്ക് നമുക്ക് നടക്കേണ്ടതുണ്ട്. പക്ഷെ നടക്കേണ്ട വഴിയൊന്നും ഒരു റിസ്ക്കും ഇല്ലാതെ തമിഴ്നാട് ഗവൺമെൻറ് നല്ല പാതകൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ഹെൽത്ത് വൈസ് അത് നല്ലതാണെന്നാണ് നടക്കാൻ. എല്ലാവരും അങ്ങനെ ആദ്യത്തെ പിക്നിക് സ്പോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് തൃപ്പരപ്പ് വാട്ടർഫോൾസിലാണ്. ഒരു ചിന്ന ടൗണാണ് ഇവിടെ. കണ്ടോ, ടൂറിസ്റ്റ് ബസ്സുകൾ നിരനിരയായി കിടക്കുന്ന ഇഷ്ടം പോലെ ഉണ്ടോ. ഇത് നമ്മുടെ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങുകയാണ്. ഇവിടെ കുളിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഡ്രസ്സൊക്കെ കൊണ്ടുവരിക. ഞാൻ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ കുളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇറങ്ങുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അവിടേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് 50 രൂപ എൻട്രി ഫീ ഉണ്ട്. വേറൊരു തരത്തിലുള്ള ഫീയും അവിടെയില്ല. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ കാശ് കരുതേണ്ടതാണ്. മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ അഡീഷണൽ ഡ്രസ്സുകളും കൂടി കൊണ്ടുപോകണം. ഏകദേശം ഒരു 1/2 hour 1 hour സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ കാര്യങ്ങളുണ്ട്. കാഴ്ചകൾ കാണാൻ വേറെ പറയത്തക്കതായിട്ടൊന്നുമില്ല. ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെങ്കിലോ ഒക്കെ നമുക്ക് അവിടെ നിന്ന് അവൈലബിൾ ആണ്. ഇതെന്നാ പൊട്ടറ്റോയാ പപ്പയ. അതെ ഫേമസ് ആട്ടെ. ഇവിടെ ഈ ജംഗ്ഷനിൽ തന്നെ ഒരു കടയുണ്ട്. അവരുടെ കടയൊന്ന് ഫേമസ് ആക്കാനാണ് അവർ പറയുന്നത്. ഇവിടെ കണ്ടാൽ എല്ലാം വാങ്ങിച്ചു. ഇതാണ് നമ്മളിപ്പോൾ കണ്ട നമ്മളിങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടിയാണ് ഇറങ്ങി പോകുന്നത്. ഇത് കണ്ടാൽ ശരിക്കും നമ്മൾ പാളയത്തുള്ള നമ്മുടെ കണ്ണിമേര മാർക്കറ്റ് പോലെ ഇരിപ്പുണ്ട്. വള, മാല ഇത്യാദി സാധനങ്ങളൊക്കെ ഇങ്ങനെയാണ്.
ഇതെന്താ ഷോപ്പാണോ? ഇവിടെ ഒരു 10 രൂപ ടിക്കറ്റ് ഉണ്ട്. ഞങ്ങളങ്ങനെ 30 രൂപ കൊടുത്തു. ഇവിടെ ഒരു എൻട്രൻസ് 10 രൂപയാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള. ഇതാണ് ഇവിടെ അത്യാവശ്യം തൊപ്പിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ടവലൊക്കെ കിട്ടും. അതെ, അതാണ്. ഇത് കണ്ട മുകളിൽ വരുന്ന വീടുകളൊക്കെയാണ് കേട്ടോ അവിടെ. പിന്നെ കാടിൻ്റെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പം വെള്ളം ഭയങ്കര തോന്നുന്നില്ല കേട്ടോ. ഇപ്പം ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഇതിലേ പോവാ. ഇങ്ങനെയാണോ പോന്നേ? അല്ല, ഇതുവഴിയായിരിക്കും. സ്പോർട്സിലാണ് വെള്ളം വീഴുന്നേട്ടാ. ഇപ്പം നല്ല ഫോഴ്സിൽ വെള്ളം വീഴുന്നത് കൊണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഈ വെള്ളച്ചാട്ടം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെയൊക്കെ കുറച്ച് സ്വിമ്മിംഗ് പൂളോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്നിട്ടായിരുന്നു ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഓരോ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അവിടെ പിടിച്ചു നിന്ന് നമുക്ക് കുളിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഭയങ്കര ഫോഴ്സിൽ വെള്ളം വീഴുക, ഇപ്പോൾ നമുക്ക് കുളിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോയാ അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറിഗേഷൻ ആവശ്യങ്ങൾക്കായിട്ട് ഒരു മലയിൽ നിന്നും വെള്ളം വേറൊരു മലയിലേക്ക് കൊണ്ടുപോകാൻ 1962 നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്ന പാലത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അതുവഴി നടക്കാൻ വേണ്ടിയിട്ട് ചെറിയ വീതിയിലൊരു പാലമുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടി തന്നെ ഒരു കനാലും നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ വളരെയധികം ആഴത്തിലായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ പേടിയാണ് ഇത്രയും ഉയരത്തിൽ കൂടി നടക്കാനായിട്ട്. നോക്കാം എന്താണെന്ന്. ഇവിടെ ഒരു 5 രൂപ ടിക്കറ്റ് ഉണ്ട്. നല്ല വെയിൽ കൂടെ നിവർക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മിസ്റ്റേക്കായി പോയി. തൊട്ടിപ്പാലം എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ഒരിത്. നമ്മൾ ഇത്രയും ഹൈറ്റിൽ വന്നിട്ട് ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്കൊരു ബ്രിഡ്ജ്. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ സൈറ്റൊക്കെ പേടി വരും. അയ്യോ, എനിക്ക് പേടിയാവും. ഇവിടെ എന്തോ നദിക്ക് കുറുകെ ഒരു തടയണ കെട്ടിയിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് ഈ പോകുന്നത് എല്ലാവരും. വേണ്ട, വ്യൂ നല്ലതാണ്. ഇത്രയാണല്ലേ.
ഓക്കെ, നിങ്ങളൊക്കെ പൊക്കോളൂ, എനിക്ക് പേടിയാവും. ആ, എനിക്ക് പേടിയാവും, എനിക്ക് പറ്റില്ല, കാല് വിറയ്ക്കും. ഞാൻ നോക്കട്ടെ, ഇങ്ങനെ ഇരുന്ന് വരാം. ഇല്ല, പൊക്കോളൂ പൊക്കോളൂ. നിങ്ങൾ കീഴെ കൂടെ ഇറങ്ങി വന്നാൽ മതി. അയ്യോ വേണ്ട. ഇതിങ്ങനെ ഒരു സ്ഥലം കണ്ടോ? ഇത്രയും അടി ഹൈറ്റിൽ നിന്ന് ഞാൻ പേടിച്ച് വരച്ചാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഇതിങ്ങനെ ഇത്രയുള്ള വെട്ടി കൂടെയാണ് നടന്നു പോകുന്നത്. താഴെ ഭയങ്കര നദിയാണ് ഒഴുകുന്നത്, വലിയ ഒഴുക്കുന്നില്ല, പക്ഷെ ഞാൻ പേടിച്ച് കുറച്ച് ഇവിടെ സ്റ്റക്കായി നിൽക്കുക. കാറ്റൊക്കെ ഉണ്ട്, പക്ഷെ നദിയുടെ മുകളിൽ എന്നെ പാസ് ചെയ്ത ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് വീഡിയോയ്ക്ക് എടുത്ത് ഒരടി പോലും എനിക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. ഏകദേശം 1/4 കിലോമീറ്ററോളം ഞാൻ അകത്തേക്ക് നടന്നു. പക്ഷെ 1 കിലോമീറ്ററാണ് ആ പാലത്തിൻ്റെ ലെങ്ത് എന്നാണ് പറയുന്നത്. എനിക്ക് പിന്നെ ആ സെൻറ്ററിലോട്ട് പോകാൻ എൻ്റെ പേടി എന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അറിയാം, എനിക്ക് പേടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. എല്ലാവരും അക്കരെ പോയേക്കുക, ഞാൻ പോയില്ല. എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പോയില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം മിഡിലോട്ട് ചെല്ലുമ്പോഴേ എനിക്ക് തല ഇറങ്ങുന്നില്ല, വീതിയില്ലല്ലോ, 2 സൈഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് തൊട്ടിൽ പാലം എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പോയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഞാൻ എങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് പറഞ്ഞേ, ഇനി എന്നെ മൊത്തം കളിയാക്കുമായിരിക്കും. എന്നാലും സാരമില്ല, ജീവനല്ലേ വലുത്. ഇതേത് നദിയാ? ഈ നദി ഏതാ? പേരെന്താ? മരമല്ല, ഈ റിവർ. ഇത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ? അടി കൂടെ വരാൻ പറ്റില്ല. ഓക്കെ, അത് ഈ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങി നമ്മൾക്ക് നദിയുടെ കരയിലേക്ക് പോകാവുന്നതാണ്. നേരത്തെ അവിടെ പാസ് ചെയ്യാമായിരുന്നു, ഇപ്പൊ പറ്റില്ല. എല്ലാം വരുന്നുണ്ട്, ഇപ്പൊ എന്നെ കളിയാക്കി കൊല്ലും എല്ലാവരും. അയ്യോ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ ദുബായിൽ വെച്ചിട്ട് ഇങ്ങനെയാണ്, ജസ്റ്റ് റോഡിൻ്റെ മുകളിലുള്ള ഒരു ബ്രിഡ്ജ്, അതിൻ്റെ സൈഡ് വോളിൽ ഇതേപോലെ ആണ് കെട്ടിയേക്കുന്നത്. മീൻസ് കവേർഡ് അല്ല, റൂഫുണ്ട്, പക്ഷെ സൈഡ് കവേർഡ് അല്ല, ജസ്റ്റ് തൂണുകൾ നിർത്തിയിട്ടേ ഉള്ളൂ. അതായത് എക്സാക്ട്ലി ആ സന ഫാഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ അവിടെയാണ്. പക്ഷേ ഞാൻ അവിടെ റോഡിൽ കയറി കഴിഞ്ഞിട്ട് ആ ബ്രിഡ്ജിലോട്ട് കയറിയിട്ട് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കാല് ഫ്രീസായിപ്പോയി. എനിക്ക് എല്ലാവരും ഇങ്ങനെ കൂളായിട്ടിരിക്കുന്നു, ഞാനവിടെ മിണ്ടാതെ നിൽക്കുക, കാരണം എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ക്രോസ് ചെയ്യുകയും വേണം. ഞാൻ എങ്ങനെയൊക്കെയോ ക്രോസ് ചെയ്ത് ഞാൻ വെച്ച് ഇരുന്ന് നിരങ്ങി അങ്ങ് ക്രോസ് ചെയ്യാമെന്ന്. ആ ഒരു സിറ്റുവേഷൻ. എനിക്ക് ഹൈറ്റ് പേടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം വരും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ബ്രിഡ്ജാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കേട്ടോ. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം നടുക്കൂടി ബ്രിഡ്ജ് വെള്ളം കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനതുകൊണ്ട് തിരിച്ചു വന്നു. എല്ലാവരും അക്കരെ പോയിട്ട് തിരിച്ചു വരിക. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ വള്ളിച്ചുനൈ വാട്ടർഫോൾ എന്നാണ്. പക്ഷേ അത് നമുക്ക് കാർ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു 4.5 കിലോമീറ്റർ മുകളിലേക്ക് കയറേണ്ടതുണ്ട്. ഞങ്ങൾ കുറച്ച് പേർ അങ്ങോട്ടേക്ക് പോയില്ല, കുറച്ച് ദൂരം പോയിട്ട് ഞങ്ങൾ തിരികെ വന്നു. കാരണം അതൊരു റിസ്ക് ഫാക്ടറാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. മുകളിലേക്ക് പോയിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് അവരും തിരികെ ഇറങ്ങി. വള്ളിച്ചുനൈ വാട്ടർഫോൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട്. ഇത് അതിൻ്റെ താഴെ എത്തുന്ന ആ സ്ട്രീംസാണ്. ഒത്തിരി സ്ട്രീംസ് നമുക്ക് കാണാൻ പറ്റും. വളരെ മനോഹരമായ ഒരു ആംബിയൻസാണ് അവിടെ ഉള്ളത്. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ മല കയറി ആക്ച്വലി ഈ പറയുന്ന വെള്ളച്ചാട്ടം കുറേ ദൂരം ഉണ്ട് കേട്ടോ. പക്ഷേ ആ വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്ന സ്ഥലം ഇവിടെ നിന്നൊരു 100 മീറ്റർ ദൂരം. ഹോം അലോൺ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ ഉണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു ഫാം ഏരിയ അതുമായിട്ട് റിലേറ്റഡ് ചെയ്യാം. ഒരു സിംഗിൾ വീട് ഇവിടെ ഇരിപ്പുണ്ട്. അതിനകത്ത്
ഫെൻസിങ് ആണ്, ഫുൾ പാറകളുമാണ്. പേടിയാവും. സൈക്കോപാത്തുകളൊക്കെ ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ്. പേടിച്ചിങ്ങനെ നടക്കുക പുറകെ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കാറുകളൊക്കെ കഷ്ടിച്ച് ബൈക്കുകളൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ? ഇനി ഞാൻ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. അയ്യോ പേടിച്ചു. മുന്നിലായി വലിയൊരു മലനിര കാണുന്നുണ്ട്. ഈ കാടുകളുടെ ഇടയിൽ കൂടി ആ അരുവി ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. സൗണ്ട് മാത്രം കേൾക്കാം. പിന്നെ ഇവിടെ ഫുൾ റബ്ബറാണ് കേട്ടോ. റബ്ബറുകളും എന്തൊക്കെ ഒരു 5 മണിയൊക്കെ ആയ ഭീകരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ. ഒറ്റയ്ക്കൊക്കെ വന്നാൽ അറ്റാക്ക്. നമ്മൾ ഈ സന്ധ്യയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് എപ്പം അറ്റാക്ക് വരുമെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ മുകളിലെന്തോ ഒരു കൺസ്ട്രക്ഷനൊക്കെ കാണുന്നു. എന്താണെന്നൊന്നും അറിയില്ല. ഇനി ഒരു മാസത്തേക്ക് നമ്മൾ നടക്കൂല. അയ്യോ എൻ്റെ അമ്മേ, അരുവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നമ്മൾ തിരഞ്ഞു വന്ന വാട്ടർഫോൾസ് ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതല്ല. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. നമുക്കിതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ സൗണ്ട് കേൾക്കാം. പക്ഷേ ഇവിടെ ഒന്നും വാട്ടർഫോൾസ് കാണുന്നില്ല. ഞങ്ങൾ കുരങ്ങന്മാരുണ്ടോ? എന്തായാലും തിരഞ്ഞു വന്നതിനെ കണ്ടില്ലെങ്കിൽ കണ്ടതിനെ എടുക്കുക എന്നുള്ളതുപോലെ. പക്ഷേ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെയൊന്നും ഇവിടെ കാണുന്നില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തും. ഞങ്ങൾക്ക് ഇനി മുകളിലോട്ട് കയറാൻ വയ്യ. ഓ ഇവിടെയാണ്. ഇവിടെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട് സംഭവം. ഇവിടെ നിറയെ ആൾക്കാർ നിൽപ്പുണ്ട്. ഇതാണ് സംഭവം. കാരണം മങ്കിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കഴിഞ്ഞാൽ നോ റോഡ് നത്തിങ്. അയ്യോ അവർ കയറി പോയല്ലേ? ഞാനില്ല കേട്ടോ. എന്തായാലും ഒരു പാറ വന്ന് വീണിട്ട് അതിൻ്റെ അടിയിലൊരു കൺസ്ട്രക്ഷൻ കണ്ടായിരുന്നോ? ഇനി നമ്മൾ പോകണ്ട, അവിടെ തിരിച്ചു പോവാം. ഇതൊരു ക്ഷേത്രം. എന്തായാലും ഭീകരമായ ഒരു അന്തരീക്ഷം അല്ല, ഒരു ഭക്തികരമായ ഒരു അന്തരീക്ഷവും അല്ല. ഇത് സൗമ്യരിക്കൂ സിറ്റ് ഡൗൺ. ഓം എന്ന ശിവക്ഷേത്രം പോലെ ഒരു ചെറിയൊരിത്. ഇവരപ്പം മുകളിൽ കയറിപ്പോയി വാട്ടർഫോൾസ് തേടി. എന്തായാലും ഞങ്ങൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. എനിക്കിവിടെ നിറയെ ആൾക്കാർ അങ്ങനെ നമ്മൾ അവസാനം വാട്ടർഫോൾസിൻ്റെ എന്താ പറയുന്നത്, ആ വാട്ടർഫോൾസ് വന്ന് പതിക്കുന്നത്, അതായത് മോളങ്ങാണ്ടാണ് വാട്ടർഫോൾസ്. ഇവിടെ നമ്മളിങ്ങനെ ഇരിക്കാനുള്ള ഒരു സ്ഥലം. ഇവിടെ എല്ലാം കാടാണ്. അങ്ങനെ തിരികെ ഞങ്ങൾ വാനിൻ്റെ അടുത്തെത്തി. ഞങ്ങളിവിടെ പാർക്ക് ചെയ്തത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് ഗേറ്റാണ് ഈ കാണുന്നത്. കോളേജ് ക്യാമ്പസാണ് അതിനകം. ഫ്രണ്ട് സൈഡിൽ വരും. ഇത് അതിൻ്റെ ഹോസ്റ്റൽസും ക്യാമ്പസുമാണ് കാണുന്നത്. അതിൻ്റെ ബാക്ക് കൂടിയുള്ള വഴിയിലെ കൂടിയാണ് നമുക്ക് ആ ഒരു വാട്ടർഫോൾസിലേക്ക് കയറി പോകേണ്ടത്. ആക്ച്വലി ഇത് വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ഏരിയയാണ്.
ഇന്ന് ജിമ്മിൽ പോവാത്തതൊക്കെ നമ്മൾ ഇന്ന് പറ്റാത്ത വെയിറ്റ് ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ട് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ലാമർ ബീച്ചാണ്. അവിടെ കൊണ്ട് ഞങ്ങൾക്ക് നിർത്തേണ്ടി വരും, കാരണം ഏകദേശം സൺസെറ്റിൻ്റെ ടൈമായി, സൺസെറ്റ് കഴിയാറായി എന്ന് തന്നെ പറയാം. ഇതാണ് ബീച്ചിലേക്കുള്ള വഴി. അവിടെയെല്ലാം തൊണ്ട് അഴുകി കയറ് പിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും വൃത്തിയില്ല എന്ന് പറയേണ്ടതുണ്ട്. കൊതുകുകളുണ്ട്. ഇത് കഴിഞ്ഞാൽ ഉടനെ ലാമർ ബീച്ചാണ്. പക്ഷേ ബീച്ച് ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു ബീച്ചാണ് തമിഴ്നാട്ടിലെ. ഒരുപാട് ആൾക്കാർ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ്. പക്ഷേ അതിലേക്ക് എത്തിച്ചേരുന്ന വഴിയാണിത്. ഇവിടം കാണുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകും ബീച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന്. പക്ഷേ ബീച്ച് വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. കിട്ടുന്നുണ്ട്. ഇത് വൃത്തിയിട്ട വെള്ളം ഞാൻ നമ്മുടെ ബീച്ചിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ ഇച്ചിരി പോകുന്നതാണ്. കിട്ടിയാ കുറെയെങ്കിലും. അങ്ങനെ ബീച്ചിൻ്റെ സറൗണ്ടിങ്സിലോട്ട് നമ്മളിങ്ങനെ വന്നു. ഇവിടെ എല്ലാം തൊണ്ട് തല്ലുന്ന അഴുക്കുന്ന സ്ഥലം, കയറുണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. കോസ്റ്റൽ ടൂറിസം സർക്യൂട്ട്. അത് അവർ കയറുണ്ടാക്കിയിട്ട് അതിനകത്ത് കയറ്റുന്നൊക്കെയാണ് കാണുന്നത്. ഇപ്പോൾ സമയം എത്രയായി? 6 മണിയായോ? അതെ, ഇവിടെ ചെറിയൊരു അമ്പലം. സൺസെറ്റ് ആയി. ബ്യൂട്ടിഫുൾ ബീച്ച്. സൺസെറ്റ് കാണാനാണ് എല്ലാവരും വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മേഘം വന്ന് ഉണ്ടായത്, അത് മേഘമാണ്. ആക്ച്വലി ഇവിടെ ഡ്യൂ ടു ഡീപ്നെസ് ആൻഡ് ടൈഡൽ കണ്ടീഷൻസ് ഓഫ് ദിസ് പാർട്ട് ഓഫ് ദി സീ എൻറ്ററിങ് ദ വാട്ടർ ഈസ് പ്രോഹിബിറ്റഡ്. വെള്ളത്തിൽ ഇറങ്ങരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ജോഗ്രഫി നോക്കിയാൽ സീ അങ്ങ് താഴോട്ട് പോയി കിടക്കും കേട്ടോ. അപ്പോൾ സീ വന്ന് എടുത്തുകൊണ്ട് പോകും. അതായത് നമുക്ക് കാല് തെറ്റി എവിടെയെങ്ങാനും വീണാൽ സീയിലോട്ടങ്ങ് നമ്മളങ്ങ് വലിഞ്ഞു പോകും. അതാണ് വെരി ഡേഞ്ചറസ് പ്ലേസ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് മേ ബി, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ആരും വെള്ളത്തിലിറങ്ങുന്നില്ല. കാരണം ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ട് ഇവിടെ ആരും വെള്ളത്തിലിറങ്ങുന്നില്ല. വളരെയധികം ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഈ ബീച്ച് ഇപ്പോഴുള്ളത്. കാരണം വെള്ളം വലിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡേഞ്ചറസ് ബോർഡ് വെച്ചിട്ടുണ്ട്. ആരും തിരയിലേക്ക് ഇറങ്ങാൻ പാടില്ല. എല്ലാവരും അതനുസരിക്കുന്നുമുണ്ട്. ഈ അടുത്ത കാലത്ത് 5 ഡോക്ടേഴ്സ് അവിടെ മരിച്ചിട്ടുണ്ട്. സെൽഫി എടുക്കാൻ നിന്നതാണ്, അവർ കടലിൽ പോയി എന്ന് അവിടെ പറഞ്ഞു കേട്ടു. ആക്ച്വലി ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ പക്ഷേ ഇത് ഒത്തിരി ലെങ്തുള്ള ബീച്ചാണ് കേട്ടോ. അവിടെ ഇത് അങ്ങോട്ടും തൊട്ട് ഇങ്ങോട്ടും. പക്ഷെ ഒരു മനുഷ്യനും ബീച്ചിൽ വെള്ളത്തിലിറങ്ങുന്നില്ല. ഈ ബീച്ചിലൊക്കെ ഒന്ന് നിൽക്കുന്നതേ ഉള്ളൂ. കാരണം അത് ഭയങ്കര ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടാൽ അത് തോന്നില്ല. കാരണം ഭയങ്കര ഡെപ്തായിട്ട് കിടക്കുന്ന ഇത് കണ്ടോ, ഒരു ഡെപ്തായിട്ടാണ് അവിടെ. അപ്പോൾ നമ്മൾക്ക് കാലെങ്ങാനും തെറ്റിപ്പോയാൽ നമ്മളതങ്ങ് താഴെ പോകും. പിന്നെ നമ്മൾ തിര വന്നിട്ട് നമുക്ക് അങ്ങ് പോകും, നമ്മളെ വലിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് കുട്ടികളൊക്കെ വന്നാൽ നമ്മൾ എവിടെയും മുന്നറിയിപ്പുകൾ സൂക്ഷിക്കുക. ഒരു മനുഷ്യരിറങ്ങുന്നില്ലെന്ന് പറഞ്ഞാൽ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ, ാണ് എല്ലാവരും വീർപ്പ് മുട്ടി എവിടെയൊക്കെ നിൽക്കുന്നത്. കാരണം ആരും സീഷോറിലോട്ട് അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുന്നില്ല.
ഈ റെഡ് ഫ്ലാഗിന് കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നായിരിക്കും. ദേ ഇവിടം വരെയൊക്കെ വെള്ളം കയറി വരുന്നുണ്ട്. എൻ്റെ എല്ലാവരും വൈഷമ്യത്തോടെ നിൽക്കുന്നു. വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തുണ്ടോ? അല്ല, നിങ്ങളുടെയും കൂടെ എടുക്കാം. അങ്ങനെ ഒരു ദിവസത്തെ വളരെ ആനന്ദകരമായ ട്രിപ്പ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നേരം സീഷോറിലൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ടയർഡ്നെസ്സൊക്കെ മാറ്റി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ ബസ്സിലേക്ക് പോവുകയാണ്. നേരം ഇരുട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 മണിക്കൂർ യാത്രയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ട്രിപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ബൈ.